പ്രൈസ് ദി Praise the ലോർഡ്, Lord. ഹല്ലേലൂയ. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയയും സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശുവൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കർത്താവിന്റെ വചനത്തിൽ നിന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അപ്ഡേറ്റ് ഞങ്ങൾ രണ്ടുപേരൂടെ തരാൻ താല്പര്യപ്പെടുന്നു ചർച്ചിന്റെ കൺസ്ട്രക്ഷനെ കുറിച്ച്. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച സാമ്പത്തിക സഹായങ്ങൾ തന്ന് അനുഗ്രഹിച്ച് എൻകറേജ് ചെയ്ത സഭയിൽ ഇരുന്നാണ് ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ആഴ്ച കൊണ്ട് ഇവിടെ ആരാധന തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇന്ന് ഞാൻ മൺഡേ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ 75ാമത്തെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങൾ ഈ ചർച്ചിൽ ഞങ്ങളുടെ വിശ്വാസികളുമായി സെലിബ്രേറ്റ് ചെയ്തു. ഫ്ലൈ ഹോയിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम जलाल पाता रहे। मेरे जीवन में यीशु तेरा नाम കർത്താവിന്റെ അനുഗ്രഹത്താൽ പല പല കാര്യങ്ങളും നല്ലോണം പോകുന്നു. ഒത്തിരി പണികൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. അതിനോട് ഒരു ചെറിയ അപ്ഡേറ്റ് തരാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഇരിക്കുന്നത് പുൾപിറ്റിന്റെ മുന്നിലാണ്, സ്റ്റേജിന്റെ മുന്നിലാണ്. ഈ ആഴ്ച 2 ആഴ്ച കൊണ്ട് ആരാധന സഭ ഇവിടെ നടക്കുന്നു. ആളുകൾ വന്നു പോകുന്നു. ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ടിൻ ഷെഡിലാണ്. ഒത്തിരി ചൂട് സമയമാണ്. റെക്കോർഡിങ് കാരണം ഫാനും കാര്യങ്ങളും ഒന്നും ഓൺ ചെയ്യാനും പറ്റത്തില്ല. കാരണം ചിലപ്പോൾ അതിന്റെ സൗണ്ടൊക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ പല പല കാര്യങ്ങൾ നടന്നു പോകുന്നു. ഇവിടെ ഒത്തിരി ചൂട്. 10 മണിക്ക് ആരാധന തുടങ്ങി 1 മണി വരെ ആരാധന നടക്കുന്ന സമയത്ത് ടിൻ ഷെഡ് ആയതുകൊണ്ട് ഭയങ്കര ചൂടാണ്. പക്ഷേ കുറച്ച് ഫാനുകളുണ്ട്. കുറച്ച് ഫാനുകൾ ഞങ്ങൾ ഇട്ടിട്ടില്ല. ഇപ്പോഴും വിശ്വാസികൾ ചൂടത്താണ് ഇരിക്കുന്നത്. കുറച്ച് കൂളറുകൾ മേടിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. വലിയ കൂളറുകൾ. അതിന് തന്നെ ഒരു 15,000 രൂപ ഓരോ കൂളറിന് വരും. ഒരു 4 കൂളറെങ്കിലും മിനിമം വെക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ, ആരാധിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ഫാനുകളുടെ ആവശ്യമുണ്ട്. മറ്റു പല വിഷയങ്ങളും ഉണ്ട്. പല ബില്ലുകൾ പേ ചെയ്യാനുണ്ട്. എൻ്റെ വിശ്വാസമാണ് കർത്താവ് ഇതുവരെ നമ്മളെല്ലാം ഉപയോഗിച്ച പോലെ ഇനി വരുന്ന ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന്. നിങ്ങളോട് കർത്താവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോർത്ത് ഇന്ത്യയിലെ ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറുകളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന, നോർത്ത് ഇന്ത്യയിൽ ചെയ്യുന്ന ഒത്തിരി സേവ ചെയ്യുന്ന ആളുകളുണ്ട്. സോ പല മിനിസ്ട്രികളുമായി ചേർന്ന് നിന്ന് പാർട്ട്ണർ ചെയ്യുക. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കൊണ്ട് പറ്റാവുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സുവിശേഷം വന്നത് വേറെ പല രാജ്യങ്ങളിൽ നിന്നും പലരും വന്ന് കഷ്ടപ്പെട്ടു, സാമ്പത്തിക റിസോഴ്സുകൾ ചെയ്തു. അതുപോലെ ഇപ്പൊ കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലുള്ള പല വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്നത് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ ദൈവവചനം ഇതുവരെ അറിയാത്ത പല ഗ്രാമങ്ങളിലും വില്ലേജുകളിലും എത്തട്ടെ. ഞങ്ങൾ നിൽക്കുന്ന ഫരീദാബാദ് ഒരു ടൗൺ, അതിൻ്റെ കൂടെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന ഒരു വില്ലേജിലാണ്. ഇവിടെ സുവിശേഷം എത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം ഞങ്ങൾ വന്ന് നിൽക്കുന്ന പലർക്കും അത് എക്സ്പീരിയൻസ് തന്നെ പുതിയതാണ്. അപ്പൊ ഈ അടുത്തുള്ള പലരും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അല്ലേ ഒരു 10-15 ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന വില്ലേജ് എന്ന് പറയുന്നത് ഇവര് എരുമയെ കറന്ന് ജീവിക്കുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പാണ്. സോ വളരെ റോ ആയിട്ടുള്ള മനുഷ്യർ. യേശുവിനെ എന്തെന്ന് അറിയത്തില്ല, കർത്താവിനെ അറിയത്തില്ല, ദൈവത്തിനെ തന്നെ അവർക്ക് ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നുമില്ല. സോ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനോടാണ് ഇപ്പൊ നമ്മൾ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് കർത്താവ് പ്രൊട്ടക്ഷൻ തരട്ടെ. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂട്ടുവേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒത്തിരി കോർഡിനേഷൻ ചെയ്യാനുണ്ട്. സ്റ്റേജ് എല്ലാം ടെമ്പററി സെറ്റ് ചെയ്യുന്നതിന് ഞങ്ങൾ ശനിയാഴ്ച രാത്രിയിലാണ് 4 മണിയാകുമ്പോൾ, ശനിയാഴ്ച വൈകുന്നേരം 4 മണി തുടങ്ങി 11 മണി പോയാണ് പല കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. സ്റ്റേജ് എല്ലാം ആദ്യം മുതൽ സെറ്റ് ചെയ്യണം. പിന്നെ സർവീസ് കഴിഞ്ഞ് എല്ലാം രണ്ടാമതെല്ലാം ഇറക്കണം. വൈകുന്നേരം എന്ന് വെച്ചാൽ ഫുൾ ഒരു സൺഡേ വിശ്വാസികൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കണം. വളരെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു അപ്ഡേറ്റ് ഞാൻ തരാമെന്ന് വിചാരിച്ചു. ജീസസ് കിച്ചന് വേണ്ടി ഇതുവരെ തന്നിരിക്കുന്ന എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും നന്ദി. ഇതുവരെ ചർച്ചിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി തന്നിരിക്കുന്ന എല്ലാ സപ്പോർട്ടുകൾക്കും നന്ദി. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇതിലോട്ട് വിതയ്ക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇതുവരെ നടക്കാത്ത ആവശ്യങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ സമയങ്ങളിലും പറഞ്ഞ പോലെ വീടില്ലാത്തവരാണോ നിങ്ങൾ? വീടില്ലാത്തവരോട് ഞാൻ സ്പെസിഫിക്കലി പറയുന്നു, കർത്താവിന്റെ ഈ ഭവനത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വിതയ്ക്കുക. കർത്താവ് നിങ്ങൾക്ക് വീട് തരും. കാരണം അത് കർത്താവിനോട് പറഞ്ഞ ഒരു വാചകമാണ്. ഈ അടുത്ത ദിവസം ഒരു കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ഹരീഷേ, അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ പോകുന്നു. കാരണം അങ്ങനെ ഒരു അനോയിന്റിങ് അങ്ങയുടെ മേളിലോട്ട് വരുന്നു. ഞാൻ പറഞ്ഞത് അത് കർത്താവിനോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതിനുവേണ്ടി കർത്താവ് നമ്മളെ ഇൻസ്ട്രുമെന്റലായിട്ട് ഉപയോഗപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. സോ ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു. ഇതുവരെ ചെയ്ത എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും പ്രാർത്ഥനാ സഹായങ്ങളും എനിക്കറിയാം ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. സോ കേരളത്തിൽ കൊറോണ കൂടുന്നു. പക്ഷേ ഈ സമയത്ത് ഇവിടെ നോർത്ത് ഇന്ത്യയിൽ അത്ര പ്രശ്നങ്ങളില്ല ഈ സമയത്ത്. സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കൈകളെ പിടിക്കാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ആളുകൾക്ക്, ഫൈനാൻസ്, ഫാമിലി, എല്ലാവരുടെയും കൈകളൊന്ന് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും തമ്പുരാനും ദൈവമായ യേശുവേ,
ഈ സമയത്ത് കേരളത്തിലെ മലയാളി വിശ്വാസ സമൂഹത്തിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പം ഇതുവരെ അവർ വിതച്ചതിനായി നോർത്ത് ഇന്ത്യയിലെ ഈ ഫരീദാബാദിലെ ഹരിയാനയിലെ യേശു കർത്താവിൻ്റെ സുവിശേഷത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായി ഞങ്ങളുടെ കൂടെ നിന്നതിനായി നന്ദി അപ്പ. എല്ലാ കുടുംബങ്ങൾ അത് 1 രൂപ വിതച്ചവരാണോ അതിലും വലിയ വലിയ എമൗണ്ടുകൾ വിതച്ച് അവരെ എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പം വീടില്ലാത്തവർക്ക് അങ്ങ് വീട് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതവും അനുഗ്രഹവും ദയ സാമർത്ഥ്യം നിറഞ്ഞ നാമത്തിൽ കർത്താവെ നന്ദി. ഈ ദേശത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവർ കർത്താവിൽ രക്ഷ അറിയുമ്പോൾ കർത്താവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർമ്മിപ്പിക്കണമേ കർത്താവ്. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓർക്കണേ കർത്താവ്. ഞങ്ങൾ ചെയ്യുന്ന എല്ലാം അങ്ങയുടെ പ്രീതിക്ക് അങ്ങയുടെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണമേ അപ്പം. നന്ദി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി. ഈ സമയത്ത് കേരളത്തിലെ എല്ലാ വിശ്വാസികൾക്കും എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പം. കൊറോണയുടെ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പം. ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വളരെ പെട്ടെന്ന് ഇത് നിൽക്കട്ടെ അപ്പം. രണ്ടാമത് സഭകളിൽ വലിയ ആരാധനകൾ തുടങ്ങട്ടെ. വിശ്വാസി സമൂഹത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടി വരട്ടെ അപ്പം. ഇതുവരെ പുലർത്തിയതിന് ഞങ്ങളെ നടത്തിയതിനാണ് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കൊരു വേഴ്സാണ് ഓർമ്മ വന്നത്. നെഹമായ എല്ലാം ചെയ്തതിന് ശേഷം നെഹമായ ലാസ്റ്റിൽ ഒരു പ്രാർത്ഥനയുണ്ട്. എന്നോട് പറഞ്ഞേ, ലോർഡ് റിമെമ്പർ മീ. ഞാനും അത് തന്നെ പറയുന്നു. നമ്മളിതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതേ കർത്താവിനോട് പറയാൻ പറ്റത്തില്ല, കർത്താവ് ഞങ്ങളെ ഓർക്കണമേ. കർത്താവ് നമ്മളെ ഓർക്കും. കർത്താവ് ഒരിക്കലും മറക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വിശ്വസ്ത യോഗ്യൻ, ഞാൻ ആരുടെയും കടക്കാരനല്ല. സോ നമ്മളെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾക്കും കർത്താവ് നമ്മളെ പല രീതിയിൽ അനുഗ്രഹിക്കും. ഇതുവരെ ചെയ്ത എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സാമ്പത്തിക സഹായികൾക്ക് നന്ദി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി മഹിമയോടെ യൂസ് ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ബൈ. परमेश्वर मेरा परमेश्वर, मेरा परमेश्वर, मेरा परमेश्वर. Praise the Lord. Hallelujah. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹവും ദയവും സാമർത്ഥ്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ യേശുവിൽ സമൃദ്ധി എന്നുള്ള പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. കർത്താവ് ഇന്നത്തെ വചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കട്ടെ. और आज के यीशु में समृद्धि के एपिसोड में यीशु के प्रेम भरे नाम से, दया भरे नाम से, उसके अनुग्रह भरे नाम से मैं आप सबका स्वागत करना चाहता हूँ. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 7:30 ഹാർവസ്റ്റ് ടിവിയിൽ കൂടെ കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതായിരിക്കും. और हर बुधवार 8:30 बजे और हर बृहस्पतिवार सुबह 7:30 बजे यीशु में समृद्धि का एपिसोड हार्वेस्ट टीवी में टेलीकास्ट किया जाता है. ഞാനും എൻ്റെ വൈഫും കൂടെ ഞങ്ങൾ ഡൽഹിക്ക് അടുത്തുള്ള ഫരീദാബാദിൽ യേശു കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. പാസ്റ്റർമാരുടെ രൂപത്തിൽ കർത്താവിന്റെ സുവിശേഷ വേല ഇവിടെ ചെയ്യുന്നു. और मैं और मेरी पत्नी हम दोनों मिलके परमेश्वर के सुसमाचार को फरीदाबाद के क्षेत्र में आगे बढ़ाते हैं. एक पासवान के रूप में परमेश्वर ने हमें चुना और हम परमेश्वर के राज्य को आगे लेके जा रहे हैं फरीदाबाद के क्षेत्र में. ഏതെങ്കിലും എപ്പിസോഡുകൾ നിങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ. ഞാൻ പഴയ എപ്പിസോഡുകളുടെ ലിങ്ക് നിങ്ങൾക്ക് തരാം. ശാപങ്ങളും അനുഗ്രഹം എന്നുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. और जैसे पिछले कुछ हफ्तों में हम आशीष और श्राप के बारे में सीख रहे हैं. अगर आपने कोई भी एपिसोड मिस किया हो, आप मुझे कॉल करना और मैं आपको उस एपिसोड का लिंक फॉरवर्ड करूंगा. നമുക്കൊരു അധ്യായം പഠിക്കാം. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 11:26 മുതൽ 28 വരെ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുന്നിൽ വെക്കുന്നു. ഇന്നു ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാത്ത ഇന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. व्यवस्था विवरण 11:26 से लेकर 28 तक हम पढ़ेंगे. सुनो, मैं आज के दिन तुम्हारे आगे आशीष और श्राप रख देता हूँ. अर्थात यदि तुम अपने परमेश्वर यहोवा की इन आज्ञाओं को जो मैं आज तुम्हें सुनाता हूँ मानो तो तुम पर आशीष होगी. और यदि तुम अपने परमेश्वर यहोवा की आज्ञाओं को नहीं मानोगे और जिस मार्ग की आज्ञा मैं आज सुनाता हूँ उसे तज कर दूसरे देवताओं के पीछे हो लोगे जिन्हें तुम नहीं जानते हो तो तुम पर श्राप पड़ेगा. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ഈ വേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ശാപങ്ങളും അനുഗ്രഹങ്ങളും ഡിസൈഡ് ചെയ്യുന്ന നമ്മളാണ്. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും അത് ശാപം വിളിച്ചു വരുത്തും, ചിലത് അനുഗ്രഹത്തിനെ വിളിച്ചു വരുത്തും. അപ്പം നമ്മൾ ഡിസൈഡ് ചെയ്യണം ശാപം വേണോ അനുഗ്രഹം വേണോ. കാരണം കർത്താവ് പറഞ്ഞു, ഐ ഹാവ് സെറ്റ് ബിഫോർ യു എ ബ്ലെസ്സിംഗ് ആൻഡ് കർസ്, ചൂസ് വാട്ട് യു വാണ്ട്.
और जैसे हमने पिछले हफ्तों में आशीष और श्राप के बारे में पढ़ा और हमने ये भी सीखा कि आशीष लेना भी हमारे हाथ में है और श्राप लेना भी हमारे हाथ में है। हमारे कुछ कार्य, हमारे कुछ व्यवहार श्रापों को भी लेके आ सकते हैं और आशीषों को भी लेके आ सकते हैं। जैसे वचन में लिखा है कि तुम्हारे हाथ में है, तुम आशीष लेना चाहते हो या श्राप लेना चाहते हो। वो परमेश्वर के हाथ में नहीं है, परंतु आपके और मेरे हाथ में है। യേശുവിനെ അറിഞ്ഞത് 2006 മുതൽ ഒരു 2010-11 വരെയൊക്കെ നല്ലൊരു വിശ്വാസിയായിട്ടിരുന്നു. പിന്നെ ഒരു 2-3 വർഷം നമ്മളൊരു വിശ്വാസിയായി കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോൾ ഒരു 2-3 വർഷം ഞാൻ ഒരു ചർച്ച് പൊളിറ്റിക്സിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആക്റ്റീവായി അനാവശ്യ ശാപങ്ങളെ വിളിച്ചു വരുത്തി. അപ്പൊ എന്നെ നേരെ ചൊവ്വേ വഴി നടക്കാൻ സംസാരിച്ച ഒരു അധ്യായമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കും കർത്താവിന്റെ നേരെ ചൊവ്വ വഴികളിൽ അനുഗ്രഹങ്ങൾ മേടിച്ച് നടന്നു പോകുന്ന നല്ല ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള, ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നാൽ എനിക്ക് ഏറ്റവും പേടിയുള്ള ഒരു അധ്യായത്തിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. और 2006 में मैंने परमेश्वर के पीछे चलने का निर्णय लिया। मैंने पानी का बपतिस्म लिया। 2006 से 2011 तक मैं एक बहुत अच्छा विश्वासी के रूप में कलीसिया में जाता था और परमेश्वर के पीछे चल रहा था। परंतु 2011 से मेरी आंखें परमेश्वर के ऊपर से हट के कलीसिया के पॉलिटिक्स के ऊपर, पासवान के लाइफ के ऊपर और कलीसिया में क्या क्या हो रहा है उसके ऊपर चली गई और मैंने अननेसेसरी श्रापों को इनवाइट किया। और उसके बाद परमेश्वर के वचन के द्वारा जो अब मैं आपके सुनाने जा रहा हूं, उस वचन ने मुझे सही रास्ते पे वो लेके आया। ये जो वचन हम पढ़ने जा रहे हैं वो मेरे जीवन का और मेरा सबसे फेवरेट भी और मुझे बहुत ही भयभीत करने वाला भी वर्सेस है जो अब हम पढ़ेंगे। വ്യവസ്ഥാ വിവരണം, അതായത് ആവർത്തന പുസ്തകം, ഇംഗ്ലീഷിൽ ഡ്യൂട്രോണമി എന്ന് പറയും. ആവർത്തന പുസ്തകം 28. ഞാൻ അറിയുന്നു ഈ ചർച്ച് നമ്മുടെ എപ്പിസോഡുകൾ വളരെ എക്സ്പെൻസീവ് ആണ്. ആളുകൾ ബൈബിൾ വേഴ്സ് ഒന്നും ഒത്തിരി വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ഞാൻ ഇന്ന് 28-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള കർത്താവിനെ അനുഗ്രഹം നിറഞ്ഞ വേഴ്സുകൾ വായിക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? കർത്താവ് നമ്മളോട് ആ അധ്യായത്തിൽ പറഞ്ഞ ഞാൻ നിന്റെ മുന്നിൽ അനുഗ്രഹം വെച്ചിട്ടുണ്ട്, ശാപം വെച്ചിട്ടുണ്ട്, നിനക്ക് ഏത് വേണം? ഞാനിപ്പോൾ നിങ്ങളോട് അനുഗ്രഹങ്ങൾ പറയാൻ പോവാ. കർത്താവ് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് ഞാൻ വായിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹപ്പെടട്ടെ എന്നാണ് എൻ്റെ വിശ്വാസം. और व्यवस्था विवरण 28 का 1 से पढ़ेंगे जहां पे परमेश्वर ने आशीष के बारे में लिखा है। जैसे हमने व्यवस्था विवरण 11 का 26 जो हमने पढ़ा, परमेश्वर ने बोला तुम्हारे हाथ में है, तुम आशीष लेना चाहते हो या श्राप लेना चाहते हो। तो इसीलिए हम अभी व्यवस्था विवरण 28 1 से लेकर पढ़ेंगे जिसमें सिर्फ परमेश्वर ने आशीष के बारे में लिखा है जो आप परमेश्वर से ले सकते हो। 28 1 മുതൽ 14 വരെ അനുഗ്രഹങ്ങൾ, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കർത്താവ് തരാൻ പോകുന്നത്? നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ, നിങ്ങളോടാ പറയുന്നത് കേട്ടോ, നിന്റെ ദൈവമായ എന്ന് വെച്ചാൽ നമ്മുടെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സകല ജാതികൾക്കും മേതെ ഉന്നതമാക്കും. ഒന്നാമത്തെ പ്രോമിസ് എന്തുവാ? വായിച്ചേ. व्यवस्था विवरण 28 का 1 हम पढ़ेंगे। यदि तू अपने परमेश्वर यहोवा की सब आज्ञाएं जो मैं आज तुझे सुनाता हूं चौकसी से पूरी करने को चित्त लगाकर उसकी सुने तो वह तुझे पृथ्वी की सब जातियों में श्रेष्ठ करेगा। ये वचन परमेश्वर आपसे बोल रहा है कि अगर आप परमेश्वर के पीछे चलेंगे, उसके वचन के अनुसार चलेंगे तो परमेश्वर सब जातियों का श्रेष्ठ आपको करेगा। 2, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും. പട്ടണം എന്ന് വെച്ചാൽ കേരളത്തിൽ നിൽക്കുന്ന ഏത് സ്ഥലത്താണേലും അവിടെ നിനക്ക് അനുഗ്രഹങ്ങൾ വരും. എവിടെ? ലോകത്തിന്റെ ഏത് കോണിൽ നിന്നാലും നിന്നെ കർത്താവ് അനുഗ്രഹിക്കും. और दूसरी आयत को हम पढ़ेंगे, फिर अपने परमेश्वर यहोवा के सुनने के कारण ये सब आशीर्वाद तुझ पर पूरे होंगे। धन्य हो तू नगर में और धन्य हो तू खेत में है। धन्य हो तू नगर में मतलब कि आप दुनिया के किसी भी कोने में हो, चाहे केरला में हो, फरीदाबाद में हो, दिल्ली में हो, किसी भी कोने में, दुनिया के किसी भी कोने में हो, तो परमेश्वर आपको वहां पे आशीषित करेगा।
വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. വയലെന്ന് വെച്ചാൽ ബിസിനസ്സില്, കരിയറില് നീ കൈക്ക് വെക്കുന്ന എല്ലാത്തിലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കപ്പെടും. और धन्य हो तू खेत में का मतलब कि जहां कहीं भी आप कार्य करते हो, आपका बिजनेस, आपका करियर, हर एक चीज में परमेश्वर अपनी आशीष को देगा. നിന്റെ ഗർഭഫലവും എന്ന് വെച്ചാൽ നിന്റെ മക്കള്, കൃഷിഫലവും എന്ന് വെച്ചാൽ നീ ചെയ്യുന്നതെല്ലാം, മൃഗങ്ങളുടെ ഫലവും എന്ന് വെച്ചാൽ നിന്റെ വീട്ടിൽ വരുന്ന അനുഗ്രഹങ്ങളെ, ബിസിനസ്സോ ജോലിയോ, നിന്റെ കന്നുകാലികളുടെ പേരും ആടുകളുടെ പിറപ്പും എല്ലാം അനുഗ്രഹിക്കപ്പെടും. എന്ന് വെച്ചാൽ നീയുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനെ എല്ലാം യേശു കർത്താവ് കൈവച്ച് അനുഗ്രഹിക്കും. और तीसरी आयत में लिखा है धन्य हो, चौथी आयत में धन्य हो तेरी संतान और तेरी भूमि की उपज. धन्य हो से तेरी संतान मतलब जो आपके बच्चे हैं, आपकी जो पीढ़ियां होंगी वो आशीषित होंगी. और आगे लिखा है और तेरी भूमि की उपज मतलब आपका जो फजल है, आपके जो सैलरीज है, आपके जो प्रॉफिट्स है, आपके जो इंसेंटिव्स है वो भी आशीषित होंगे. और गाय और भेड़ बकरी आदि पशुओं के बच्चे, आपका व्यवसाय आशीषित है, आपका जॉब आशीषित है, आपके साथ जो भी होगा, आपके पास जो भी होगा, सब कुछ आशीषित होगा. ये परमेश्वर का वचन कहता है. 5 എഴുതിയേക്കുന്ന നിന്റെ കുട്ടയും മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും അനുഗ്രഹിക്കപ്പെടും. എന്ന് വെച്ചാൽ നിങ്ങളുടെ കിച്ചന്, നിങ്ങളുടെ അടുക്കള, നിങ്ങൾക്ക് ആഹാരം തരുന്ന ആ സ്ഥലത്ത് അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. और 5वीं आयत में लिखा है धन्य हो तेरी टोकरी और तेरी कटोती मतलब आपका जो रसोई घर है, आपका जो किचन है वो आशीषित है. जहां पे आप खाना रखते हैं वो आशीषित है. അകത്ത് വരുമ്പോ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോ നീ അനുഗ്രഹിക്കപ്പെടും. നമ്മള് ഡ്രൈവ് ചെയ്യുമ്പോൾ, വീട്ടിലോട്ട് പോകുമ്പോൾ, വീട്ടിൽ നിന്ന് ഓഫീസിലോട്ട് പോകുമ്പോൾ യാത്രകൾ നമ്മുടെ അനുഗ്രഹമായിരിക്കും. ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ശാപമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്ക് കാര്യങ്ങളൊന്നും നടക്കുന്നില്ലയോ, യാത്രകളൊക്കെ മുടങ്ങുന്നോ, പ്രശ്നങ്ങളുണ്ടോ, എന്തോ ശാപങ്ങൾ നിങ്ങളുടെ മേളിൽ ആക്ടിവേറ്റ് ആണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് നീ എൻ്റെ പുറകെ നടന്നാൽ നിന്റെ വരുന്നതും പോകുന്നതും എല്ലാം ഞാൻ ബ്ലസ് ചെയ്യും. ആക്സിഡന്റുകൾ നിന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കത്തില്ല. और 6 में ऐसे लिखा है धन्य हो तू भीतर आते समय और धन्य हो तू बाहर जाते समय. इसका मतलब आपके गाड़ियां प्रोटेक्टेड है, आपका आना जाना आशीषित होगा. अगर आपके जीवन में जब भी आप बाहर जाते हो आपके साथ एक्सीडेंट होता है तो ये समझ लेना कि आपके ऊपर श्राप है. आप गाड़ी चला रहे हो, किसी ने आके टक्कर मार दी और बार बार ये आपके साथ हो रहा है, इसका मतलब आपके ऊपर एक श्राप है. क्योंकि परमेश्वर का वचन कहता है कि तेरे आने जाने में तू आशीषित होगा. जब तू घर से बाहर जाएगा काम के लिए, शॉपिंग के लिए, कहीं पे भी जाएगा तू आशीषित होगा. जब तू वापस आएगा अपने घर में तब भी तू आशीषित होगा. നിന്നോട് എതിർക്കുന്ന ശത്രുക്കളെ യഹോവ നിന്റെ മുമ്പിൽ തോക്കുമാറാക്കും. അവർ ഒരു വഴിയായി നിന്റെ നേരെ വരും, 7 വഴിയായി നിന്റെ മുന്നേ ഓടിപ്പോവും. നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ അവരെ തോപ്പിക്കും. ശത്രുക്കൾ നിങ്ങളുടെ ഫെയിൽ ആകും മുമ്പില്. और 7 में ऐसे लिखा है यहोवा ऐसे करेगा कि तेरे शत्रु जो तुझ पर चढ़ाई करेंगे वे तुझसे हार जाएंगे. वे एक मार्ग से तुझ पर चढ़ाई करेंगे परंतु तेरे सामने से 7 मार्ग से होकर भाग जाएंगे. इसका मतलब कि जब शत्रु आपके सामने आएगा वो आएगा एक मार्ग से परंतु 7 मार्गों के द्वार से वो भाग जाएगा. आपके शत्रु हैं तो परमेश्वर का आशीष अगर आपके पास होगा तो शत्रु भी 7 मार्गों के द्वारा भाग जाएगा. 8 യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാറ്റിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചു തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ ബിസിനസ്സിൽ കൈവച്ചാല്, കൃഷിയിൽ കൈവച്ചാല്, പൊളിറ്റിക്സിൽ കൈവച്ചാല്, ബിസിനസ് എന്തിൽ കൈവച്ചാലും കർത്താവ് അനുഗ്രഹിക്കും. നീ ഇരിക്കുന്ന ദേശത്ത്, കാനഡയിലാണോ, അമേരിക്കയിലാണോ, ആഫ്രിക്കയിലാണോ, ആലപ്പുഴയിലാണോ, തിരുവനന്തപുരത്താണോ, കാസർഗോഡാണോ, എവിടാണേലും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. और 8वीं आयत में ऐसे लिखा है तेरे खत्तों पर और जितने कामों में तू हाथ लगाएगा उन सबों पर यहोवा आशीष देगा. इसलिए जो देश तेरा परमेश्वर यहोवा तुझे देता है उसमें वह तुझे आशीष देगा. इसका मतलब जिस भी काम में आप अपना हाथ लगाएंगे, चाहे वो आपका बिजनेस हो, चाहे आप खेती बाड़ी करते हो, आप जॉब करते हो, जो कुछ कार्य आप करते हो आप आशीषित होंगे. आप ऑस्ट्रेलिया में हो, आप कनाडा में हो, आप इंडिया में हो, आप आलपुरा में हो, आप त्रिवेंद्रम में हो, आप कनाडा में हो, जहां कहीं भी आप बैठोगे उस देश में परमेश्वर आपको आशीष देगा. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെ അനുഗ്രഹിക്കാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറന്നു വരും. എന്ന് വെച്ചാൽ കർത്താവ് അറ്റ്മോസ്ഫിയറുകളെ ഒരുക്കും. ബിസിനസ്സിൽ നമ്മൾ പറയും മാർക്കറ്റ് ശരിയല്ല, മാർക്കറ്റിനെ ശരിയാക്കും. അതിനുവേണ്ട എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് തമ്പുരാൻ ഒരുക്കി തരും.
और 12 हम पढ़ेंगे, यहोवा तेरे लिए अपने आकाश रूपी उत्तम भंडार को खोलकर तेरी भूमि पर समय पर में बरसाया करेगा और तेरे सारे कामों पर आशीष देगा और तू तेरी जातियों को, जैसे इसमें लिखा है कि यहोवा तेरे लिए आकाश रूपी उत्तम भंडार को खोलकर समय पर भूमि पर में बरसाएगा। आपके प्रॉफिट्स, आपके सैलरीज राइट टाइम पे आएंगे, वो रुकेंगे नहीं। 13 എഴുതിയിരിക്കുന്നു, ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ചു നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെടും പക്ഷെ ബോസ് ആകുന്ന വേറെ ആളുകളാ, ഞാൻ കഷ്ടപ്പെടും പ്രൊമോഷൻ വേറെ ആർക്കാ കിട്ടുന്നത്, എനിക്ക് ഏറ്റവും ലോ എംപ്ലോയ്മെന്റാ കിട്ടുന്നത്, ഏറ്റവും ചെറിയ ജോലികളാ കിട്ടുന്നത്, അതെന്താ ഇങ്ങനെ? ഞാൻ പറയുന്നു, എന്തോ ശാപങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം അതിൽ നിന്ന് പുറത്തോട്ട് മാറുന്നത് എങ്ങനെയാ. പക്ഷെ കർത്താവായ യഹോവ ജീസസ് ക്രൈസ്റ്റിന്റെ കൂടെ നടന്നാൽ അദ്ദേഹം നിങ്ങളെ ബോസാക്കും, ലീഡറാക്കും, തലയാക്കും. നിങ്ങൾക്ക് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടു നടത്തും. और 13वीं आयत में ऐसे लिखा है, और यहोवा तुझको पूंछ नहीं कि तू सर ही ठहराएगा और तू नीचे नहीं परंतु ऊपर ही रहेगा। यदि परमेश्वर यहोवा की आज्ञाएं जो मैं आज तुझे सुनाता हूं तू उनके मानने में मन लगाकर चौकसी करे। कई बार हम सुनते हैं कि मैंने बहुत मेहनत किया परंतु प्रमोशन कोई और ले गया, मेरे को ये पोस्ट मिलना चाहिए था परंतु मेरे नीचे जो काम करता था मेरे से ऊपर चला गया, वो मेरा बॉस बन गया। तो मैं कहना चाहता हूं, अगर ऐसी बातें आपके साथ हो रही हैं तो आपके ऊपर एक श्राप एक्टिवेटेड है, क्योंकि परमेश्वर के वचन के में ये लिखा है कि जब हम परमेश्वर के वचन के अनुसार चलेंगे, उसके पीछे चलेंगे, तो परमेश्वर हमें पूंछ नहीं परंतु सिर ठहराएगा, आपको बॉस ठहराएगा। जिस ऑर्गेनाइजेशन में आप काम कर रहे हैं वहां पे परमेश्वर आपको बॉस ठहराएगा, आपको सिर ठहराएगा, आप पूंछ नहीं रहेंगे। നമ്മള് ഇതുവരെ അനുഗ്രഹങ്ങൾ മാത്രമാണ് കേട്ടത്. അടുത്ത ആഴ്ച നമുക്കറിയാം, ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞു അനുഗ്രഹം വേണോ ശാപം വേണോ. നമ്മൾ ഇതുവരെ അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചു, വണ്ടർഫുൾ അനുഗ്രഹങ്ങൾ. അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞു നമുക്ക് പേടി തോന്നും, കർത്താവിനെ അനുസരിച്ച് നടന്നില്ലെങ്കിൽ എന്തൊക്കെ ശാപങ്ങൾ നമ്മുടെ മേളിൽ വരുമെന്ന്. നമുക്ക് അടുത്ത ആഴ്ച പഠിക്കാം. കാണാൻ മറക്കരുത് എപ്പിസോഡുകൾ. और अभी तक हमने सिर्फ आशीष ही पढ़ा, परंतु जैसे हमने सीखा पिछली बार कि वचन के अनुसार हम आशीष भी ले सकते हैं, श्राप भी ले सकते हैं, वो दोनों हमारे हाथ में हैं। अगला हम पढ़ेंगे व्यवस्था विवरण जो श्रापों के बारे में लिखा है, अगले एपिसोड में हम सीखेंगे। और जब आप ये पढ़ोगे तो आप भी भयभीत हो जाओगे, आप भी डर जाओगे, परंतु अगर परमेश्वर के वचन के अनुसार आप चलेंगे तो आशीष आपके जीवन का हिस्सा होगा। भूलिएगा मत, अगले हफ्ते एपिसोड को देखना मिस मत कीजिएगा। अगले हफ्ते हम आपसे मिलेंगे। Praise the Lord. बहुत अच्छा, खाने के लिए धन्यवाद।
पिछले साल से खाना दे रहे हो, खाना बहुत अच्छा है, इसलिए आपका धन्यवाद। खाने के लिए धन्यवाद। थैंक यू। ये जितने भी फोटोज़ और वीडियोज़ आपने देखे, ये जीसस किचन का एक छोटा सा क्लिप था, ये अपडेट करने के लिए कि जीसस किचन में क्या होता है। और एक बार फिर मैं जीसस किचन की ओर से, पूरी टीम की तरफ से आपको धन्यवाद कहना चाहती हूँ कि आप जीसस किचन के साथ अड़े और खड़े रहे। आपके योगदान के द्वारा इस महीने जो महीना गया है, उसमें हमने बिस्किट्स दिए, हमने आइसक्रीम्स दिया, और हमने थोड़ा राशन, जो खाने का जो मेन्यू है उसको भी थोड़ा सा चेंज किया। और थैंक यू, आप सब ने सपोर्ट किया जीसस किचन के लिए। और मैं आपसे एक चीज़ और कहना चाहती हूँ, जब आपके घर में कोई भी बर्थडेज होता है या एनिवर्सरीज होता है, आप जीसस किचन के साथ आके मना सकते हैं। आपने स्वीट्स खरीद के दे दिया, आपने बिस्किट्स खरीद के दे दिया, या आपने उस दिन का राशन, उस दिन का जो फूड है, आप अपनी तरफ से भी स्पॉन्सर कर सकते हैं। क्योंकि बहुत सारे लोग हमें कॉल करके पूछते क्या हम कर सकते हैं, तो प्लीज़ आगे आके आप कर सकते हैं। वो एक दिन का खाना आप अपने परिवार की तरफ से भी आप स्पॉन्सर कर सकते हैं। और हम धन्यवाद कहना चाहते हैं एक बार फिर। भूलिएगा मत, अपने बर्थडेज को, अपने एनिवर्सरीज को जीसस किचन के साथ मनाइए। उन बच्चों के साथ मना सकते हैं जिनके मुंह पे आप, वो मुस्कुराहट आपके मुंह आपको दिखाई देगा, और वो मुस्कुराहट जो आप देखेंगे, वो मुस्कुराहट कोई भी चीज़ उसके मुकाबले नहीं है। तो ज़रूर अपने बर्थडेज और एनिवर्सरीज जीसस किचन के साथ बनाइए। और एक बार एक चीज़ और मैं आपको बताना चाहती हूँ या रिक्वेस्ट करना चाहती हूँ, जब आप अपने घर का राशन खरीदते हैं तो जीसस किचन को याद रखिएगा। जब आप दाल चावल मसाले खरीदते हैं तो जीसस किचन के लिए भी आप कुछ खरीद सकते हैं। मेरा विश्वास है जैसे आप जीसस किचन के साथ अड़े और खड़े रहे हैं, लास्ट थ्रू आउट 1 ईयर आपने एक बार स्पॉन्सर किया, एक बार आपने हेल्प किया, परमेश्वर का प्रतिफल, जो प्रतिफल है वो परमेश्वर की ओर से आता है। और मेरा विश्वास है कि परमेश्वर आपको कभी भी गिरने नहीं देगा। उसका प्रतिफल आपके जीवन में, आपके बच्चों के जीवन में आएगा। थैंक यू एंड गॉड ब्लेस यू। പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീസസ് കിച്ചൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് ഞാനിന്ന് നിങ്ങൾക്ക് തരാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത്? ജീസസ് കിച്ചൻ ഞങ്ങളുടെ ചർച്ചിൻ്റെ ചാരിറ്റി വിങ് ലാസ്റ്റ് ഇയറിൽ 2020 ഏപ്രിലിൽ ലോക്ക്ഡൗൺ സമയത്ത് കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ആളുകൾക്ക് ആഹാരം കൊടുക്കാൻ തുടങ്ങി. 250-300 പേർക്കടുത്ത് ഇന്നും ജീസസ് കിച്ചൻ ആഹാരം കൊടുക്കുന്നുണ്ട്. ഹോസ്പിറ്റലുകളിൽ, ICUകളിൽ, സ്ലമ്മുകളിൽ, അടുത്തുള്ള പല പല ഏരിയകളിൽ പോയി ഞങ്ങൾ ആഹാരം കൊടുക്കുന്നു. അതെങ്ങനെ ചെയ്യാൻ വരുന്നു? കർത്താവിൻ്റെ ഇൻസ്ട്രക്ഷനാണ് നിങ്ങൾ ചെയ്യുക. നമ്മുടെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊരു ബാങ്ക്വറ്റിൽ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഒരു പാർട്ടിയിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അനുഗ്രഹം തരാൻ പറ്റാത്തവരെ വിളിക്കുക. കാരണം കർത്താവ് നമുക്ക് പബ്ലിക്കലായി റിവാർഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്രോമിസ് വേഴ്സ് കർത്താവിൻ്റെ. ജീസസ് കിച്ചനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഇന്ന് സ്ലമ്മുകളിൽ പോകുന്നു, പലയിടത്തും കൊടുക്കുന്നു. അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെപ്പോലെ കർത്താവിൽ വിശ്വസിക്കുന്ന, ചാരിറ്റി ചെയ്യാൻ താല്പര്യമുള്ള, നോർത്ത് ഇന്ത്യ അനുഗ്രഹിക്കാൻ താല്പര്യമുള്ള പല ഉദാരമതികളും യേശുവിൻ്റെ നാമത്തിൽ അതിനുവേണ്ടി വിതയ്ക്കുന്നത് കാരണം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് നോർത്ത് ഇന്ത്യ വളരെ കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ കൂടെ പോകുന്നു. പലരും മെഡിസിൻ കിറ്റുകൾ കൊടുക്കുന്നു, പല പല കാര്യങ്ങൾ ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടെ ചർച്ചിനെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ പാർട്ണറായി നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി, കർത്താവിൻ്റെ ദൈവരാജ്യത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിൽ നമുക്ക് വാരി വിതയ്ക്കാം. നിങ്ങൾ നിങ്ങളുടെ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നതിൻ്റെ കൂടെ 1-2% നിങ്ങളെ കൊണ്ട് പറ്റുന്നത് 500 രൂപയോ 5000-ഓ 5 ലക്ഷമോ എനിക്കറിയത്തില്ല. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നത് ഈ വർക്കിലേക്ക് വേണ്ടി വിതയ്ക്കുക. കർത്താവിൻ്റെ വചനം നോർത്ത് ഇന്ത്യ അറിയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നോർത്ത് ഇന്ത്യ അറിയട്ടെ. ഞാൻ ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്ന ഞാൻ രക്ഷിക്കപ്പെട്ടത് നോർത്ത് ഇന്ത്യയിലുള്ള ഇവിടെയുള്ള ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിൽ കൂടാണ്. അതുകൊണ്ട് നിങ്ങൾ അയക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെ പോകാൻ പറ്റും? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിൻ്റെ വചനങ്ങളെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം ആഹാരത്തിൽ കൂടെ, മറ്റ് ചാരിറ്റി വർക്കുകളിൽ കൂടെ കാണിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. നമുക്ക് ഒരുമിച്ച് നിന്ന് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടും. എൻ്റെ കർത്താവേ, ദൈവമേ, യേശുവേ, ഈ സമയത്ത് ജീസസ് കിച്ചന് വേണ്ടിയ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയിട്ട്, നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി വാരി വിതയ്ക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കണമേ. അപ്പാ, എൻ്റെ നാഥ, അവർ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഓർത്തു വച്ച് അവർക്ക് അങ്ങയുടെ സ്വർഗീയ ട്രഷറിയിൽ നിന്ന്, സ്വർഗീയ ഭണ്ഡാരങ്ങളിൽ നിന്ന് അങ്ങ് അവരെ അനുഗ്രഹിക്കണമേ. നന്ദി അപ്പാ, എന്നോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നതിനും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ബൈ. പ്രൈസ് ദി ലോർഡ്. കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രസൻറ്റേഷനിൽ കൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ബൈ. പ്രൈസ്.